കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ ഭാരതാംബ വിവാദത്തിൽ രജിസ്ട്രാർക്കെതിരെ കടുത്ത നടപടിയുടൻ. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ നീക്കം. വിഷയത്തിൽ രാജ്ഭവൻ നിയമോപദേശം തേടി. VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ എതിരെ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടി. ഹാൻസ് ജോൺ ഉണ്ട് വിവരങ്ങളുമായി. ഹാൻസ്, കഴിഞ്ഞ ദിവസം VC റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ മുതൽ ഉറ്റുനോക്കുന്നത് എന്തായിരിക്കും ഇതിന്മേലുണ്ടാകുന്ന നടപടി എന്നാണ്. എന്താണെങ്കിലും രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എത്തരത്തിലാണ് ഈ നീക്കങ്ങൾ? തീർച്ചയായും സംഗീത, കഴിഞ്ഞ ദിവസം VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ നൽകിയ റിപ്പോർട്ട് രജിസ്ട്രാർക്കെതിരായിരുന്നു. രജിസ്ട്രാർ വളരെ നിരുത്തരവാദപരമായ രീതിയിൽ പെരുമാറി എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് VC ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ റിപ്പോർട്ടിലുണ്ടായത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനാണ് ഇപ്പോൾ രാജ്ഭവന്റെ ആലോചന. ഇതിന്റെ ഭാഗമായിട്ട് രാജ്ഭവനിൽ നിയമോപദേശം തേടിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടെ ഇത്തരത്തിൽ ശുപാർശ ചെയ്യാനാണ്, സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കത്തിൽ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ ചെയ്യാനാണ് രാജ്ഭവന്റെ നീക്കം. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇതുകൂടാതെ തന്നെ നിലവിൽ സംഗീത നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം എന്തായിരിക്കും ഗവർണറുടെ നടപടി എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുകയായിരുന്നു. ഇതിൽ ഏറ്റവും കടുത്ത നടപടിയായിട്ടുള്ള സസ്പെൻഷനിലേക്ക് തന്നെ കടക്കാനാണ് ഇപ്പോൾ രാജ്ഭവന്റെ നീക്കം. പക്ഷേ ഇത് ചാൻസലർ എന്നുള്ള രീതിയിൽ ഗവർണർക്ക് നേരിട്ട് സാധ്യമല്ല. നിലവിൽ വൈസ് ചാൻസലർ ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് ശുപാർശ നൽകാനായിരിക്കും രാജ്ഭവന്റെ തീരുമാനം. ഇതിൻ പ്രകാരം വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കാൻ കഴിയും. അതിനോടൊപ്പം തന്നെ സർവകലാശാല നിയമം അനുസരിച്ച് സിൻഡിക്കേറ്റ് ആണ് സർവകലാശാലയുടെ ഏറ്റവും അന്തിമമായിട്ടുള്ള അധികാരികൾ. നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതും അത് റദ്ദാക്കുന്നില്ല സിൻഡിക്കേറ്റ് ആണ്. അപ്പോൾ സിൻഡിക്കേറ്റിന്റെ യോഗം ചേരാത്ത സാഹചര്യത്തിൽ വൈസ് ചാൻസലർക്ക് ഇത്തരത്തിൽ തീരുമാനമെടുക്കാനുള്ള സാധ്യത കൂടുതൽ കൂടെ സർവകലാശാല നിയമങ്ങളോട് എതിർക്കുന്നുണ്ട്. ആയതിനാൽ തന്നെ രാജ്ഭവൻ രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട വൈസ് ചാൻസലർക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കാം. സ്വാഭാവികമായിട്ടും ആ ഉത്തരവ് പിന്നീട് സിൻഡിക്കേറ്റിൽ റിപ്പോർട്ട് ചെയ്താൽ മതിയാവും. ഹാൻസ്, എന്താണെങ്കിലും രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരം. ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.